നമസ്കാരം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് വിജയപുരം രൂപതയുടെ പുതിയ സഹായമെത്രാനായി നിയമിതനായ മോൺസിഞ്ഞൂർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവിൻ്റെ സ്വഭവനത്തിലാണ്. പീരുമേടടുത്തുള്ള പാമ്പനാറുള്ള പിതാവിൻ്റെ ഭവനത്തിൽ ഇപ്പോൾ ഉള്ളത് പിതാവിൻ്റെ അപ്പച്ചനാണ്, അലക്സാണ്ടർ മടത്തിപ്പറമ്പിൽ. പിതാവിൻ്റെ അപ്പച്ചൻ 85 വയസ്സായി. ഇപ്പോഴും പാമ്പനാറുള്ള സെക്രട്ടേറിയറ്റ് ദേവാലയത്തിലെ കപ്പിയേരായി അപ്പച്ചൻ ശുശ്രൂഷ ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ അപ്പച്ചൻ്റെ ഏക മകനാണ് ഇപ്പോൾ സഹായമെത്രാനായിട്ട് നിയമിതനായിരിക്കുന്നത് വിജയപുരം രൂപതയുടെ. ഈ ഒരു അവസരത്തിൽ നമുക്ക് പിതാവിൻ്റെ അപ്പച്ചനോട്, അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ഈ പാമ്പനാറുകാരുടെ കപ്പേരപ്പച്ചനാണ്, ഡാഡിയാണ് എന്നൊക്കെയാണ് അവരെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്നത്. നമുക്കെന്തായാലും അപ്പച്ചനോട് അപ്പച്ചൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും പിതാവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പച്ച, സ്വാഗതം. എന്ത് തോന്നുന്നു? സന്തോഷമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു. ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയോ? രാവിലെ പള്ളിയിലേക്ക് ദിവസം പള്ളി പോക്ക് എല്ലാ ദിവസവും ഉണ്ട്. വേറെ പരിപാടി ഇല്ലല്ലോ. അതെ. അപ്പച്ച, അപ്പച്ചന്റെ ഏക മകൻ ഇപ്പോൾ ഈ രൂപതയുടെ സഹായമെത്രാനായിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ നിമിഷം? അത് ഭരിക്കാനുള്ള ശക്തി എല്ലാം ദൈവം കൊടുക്കട്ടെ എന്ന് ആണ് എൻ്റെ ആഗ്രഹം. വായിക്കാനുള്ള ശക്തിയും ആരോഗ്യവും സൗകര്യവും എല്ലാം മകന് കൊടുത്ത് അനുഗ്രഹിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇങ്ങനെ പ്രതീക്ഷ, അതായത് ഒരു വർഷത്തിന് മുമ്പ് 2-3 പേര് ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ പറയുന്നതൊക്കെ ദൈവത്തിന് ഇഷ്ടം. 2-3 പേര് ഇപ്പോഴും ഉണ്ട്. അവർ പറഞ്ഞ അപ്പച്ചൻ്റെ മകൻ ഭക്തനായിട്ട് വരും. അതായത് വികാരി ജനറലായിട്ട് സാറ് ഏറ്റപ്പോഴത്തേക്ക് 2-3 പേര് വന്നിട്ട് പറഞ്ഞു ഇനി അടുത്ത് പുള്ളി പിതാവായിട്ട് വരുവുള്ളത്. ആ പറഞ്ഞ വ്യക്തികൾ ഇപ്പോഴും ഉണ്ട്, 2 പേര് ഉണ്ട്. അപ്പൊ അപ്പച്ചനത് വിശ്വാസമായിരുന്നോ? അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? വിശ്വാസം അന്നേരം എനിക്ക് പറഞ്ഞെങ്കിലും നിങ്ങളുടെ വാക്ക് പാലിക്കട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഇപ്പോൾ അപ്പച്ചനൊരു 10-35 വർഷമായിട്ട് പാമ്പനാറുള്ള സെക്രട്ടേറിയറ്റ് ദേവാലയത്തിലെ കപ്പേരായിട്ട് അല്ലേ ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി, പള്ളിയുടെ തൊട്ടടുത്താണ് വീട് അല്ലേ. ഈ അപ്പച്ചൻ്റെ ഏക മകനാണ് ജസ്റ്റിൻ പിതാവ്. ഒരേ ഒരു മോനുള്ളൂ. ഈ ഒരേ ഒരു മകൻ ആദ്യമായി വൈദികനാകണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പച്ചൻ എന്താ തോന്നിയേ? അതായത് ആദ്യം അമ്മയുടെ ആഗ്രഹം ആയിരുന്നത് അച്ഛനാക്കണമെന്നുള്ളത്. എനിക്ക് അന്നേരം ഒരു സങ്കോചമുണ്ടായി. എന്തിനാ ഒരു മകനല്ല ഉള്ളൂ. പിന്നെ ഞാൻ എന്താ ആലോചിച്ചു, ശരി അമ്മയുടെ ആഗ്രഹമല്ലേ നടന്നോട്ടെന്ന് കണ്ട് അമ്മ അങ്ങനെയാണ് സെമിനാരിയിലാക്കാൻ കാരണം. അന്ന് ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, ചേരിയിൽ അച്ഛൻ എന്ന് പറയുന്നത്. ആ അച്ഛനാണ് പുള്ളിയെ ആദ്യമായി എത്തി കൊണ്ടുപോയി ആക്കുന്നത്. എൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യുന്നത്. അപ്പോൾ പോകണ്ടെന്നോ അല്ലെങ്കിൽ വിഷമം ഉണ്ടായിരുന്നോ അപ്പച്ചന്? ഇല്ല, ഇല്ല. അപ്പോൾ പിന്നീട് അമ്മയുടെ ആഗ്രഹം വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മയും എതിർപ്പ് പറഞ്ഞില്ല. പിന്നെ ഇനി ഞാൻ തടസ്സം പറഞ്ഞില്ല. അങ്ങനെയാണ് പോകാൻ കാരണം. അതെ അല്ലേ. അതായത് ഒരു മകനുള്ളൂ, ഞങ്ങളെ നോക്കാനുള്ളത് ഇനി ഇവനാണ്. അപ്പൊ അവനെ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ, അച്ഛനാവൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ആരുണ്ട് എന്ന ചിന്തയൊക്കെ വന്നായിരുന്നോ? നേരം ചിന്ത ഉണ്ടായിരുന്നു. എന്നാലും പിന്നീട് അതെല്ലാം അങ്ങ് മാറി. ദൈവത്തിന് വേണ്ടിയിട്ട് പോകുന്ന മകനല്ലേ പൊക്കോട്ടെന്ന് കണ്ടു. അങ്ങനെ വൈദികനായി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? വൈദികനായി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അപ്പച്ചൻ അതിന് ശേഷമാണ് സെമിനാരി പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ കപ്പേരായിട്ട് ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചത് അല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയോ? അതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അതിനകത്ത് ഒന്നുമില്ല. കപ്പ്യാരായിട്ട് പോകുന്നു. മകനും വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഗുണദോഷങ്ങളൊക്കെ കൊടുത്ത് ആക്കും. പോകുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ആഴ്ച വെള്ളം പോകാൻ, അല്ലെങ്കിൽ നിർത്തിയേക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിക്കില്ല. ഇല്ല, ഞാനങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ്ടും പോവുകയായിരുന്നു.
തടസ്സം എനിക്കും ഒന്നുമില്ലായിരുന്നു. തടസ്സമൊന്നും വന്നില്ല. എന്തായാലും ഇപ്പോ വളരെയധികം സന്തോഷമായി അല്ലേ? അപ്പച്ചൻ കപ്പേരായിട്ട് വിജയപുരം രൂപതയിലെ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ആ രൂപതയുടെ തന്നെ സഹായമെത്രാനായിട്ട് ഇടയനായിട്ട് സ്വന്തം മകൻ വരുന്നു. വളരെയധികം അല്ലേ, പ്രേക്ഷകരെ സംബന്ധിച്ചോളം വളരെ ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു വളരെ അപൂർവമായ ഒരു സംഭവമാണ് നമ്മുടെ ഈ രൂപതയിൽ ഇപ്പൊ നടന്നിരിക്കുന്നത്. പിതാവായിട്ട് നിയമിതനായിട്ട് അപ്പച്ചനെ വന്ന് കണ്ടിരുന്നോ? കണ്ടിരുന്നു, ഇവിടെ വന്നിരുന്നു. അന്ന് എന്താണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞു, ഒന്ന് വിവരങ്ങളെ കൂടുതൽ പിതാവായ പിന്നെ അധികം കൂടുതൽ സംസാരമൊന്നുമില്ല. വന്ന് കാണും, എന്തെങ്കിലുമൊക്കെ വിവരിച്ച് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്ന് രോഗങ്ങളൊക്കെ കൊണ്ടുവന്നെല്ലാം ചെയ്തു. എന്നിട്ട് അത് പോയി. പിന്നെ എല്ലാം വികാരിയച്ഛനെ ഏൽപ്പിച്ചേക്കാം എന്ന് പറയുന്നത്, ജോസച്ചനെ ഏൽപ്പിച്ചേക്കാം എന്നുള്ളതിൻ്റെ പുള്ളിയിലാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. എങ്ങനെയാണ് അറിഞ്ഞത് മകൻ പിതാവായി എന്ന്? എങ്ങനെയാ അറിഞ്ഞത്? ഈ അച്ഛനാണ് പറയുന്നത്, വികാരിയച്ഛനാണ് പറഞ്ഞത് അല്ലേ? വികാരിയച്ഛനാണ് പറയുന്നത്. അന്നേരം ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പിതാവ് നേരിട്ട് ഇവിടേക്ക് വരുന്നത് അല്ലേ? അല്ലേ? വന്നപ്പോ എന്താ അപ്പച്ചനോട് ആദ്യം പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും കൂടുതൽ ഒന്നും എന്തെങ്കിലും ഉപദേശം പറഞ്ഞു? പിന്നെ അതായത് പറഞ്ഞല്ലേ, തീർച്ചയായും അറിയാതെ ഞാൻ ഒന്നും പറയരുതെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് പറഞ്ഞേച്ചു പോയത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാണ് വന്നിച്ച് പറഞ്ഞു. അന്നേരവും പിതാവ് പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ അച്ഛനെയും യോസിച്ചും പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് വീണ്ടും ശരിയാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ സന്തോഷമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നത് അങ്ങനെയാണെന്നൊക്കെ പറയാൻ. വേറെ കൂടുതലൊന്നും സംസാരിച്ചില്ല. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു പിതാവിൻ്റെ? പിതാവുമായി ചെറുപ്പത്തിൽ ദൈവകാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ. അതായത് ഇവിടെ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഒത്തിരി പഠിത്തത്തിൽ ഒത്തിരിയൊക്കെ ഇതുകൊണ്ടായിരുന്നു. അന്ന് ഭക്ഷമില്ലാതെ ഇരുന്ന ഒരു സമയമായിരുന്നു. ഞാൻ കുരുവിലേക്ക് ചെല്ലുന്ന സമയത്തായിരുന്നു. വലിയ ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു ടൗണുണ്ട്, പാലായി. അവിടെ കൊണ്ടിയാക്കുമായിരുന്നു. ഒരാൾ വന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിയാക്കുമായിരുന്നു. പിന്നെ അവിടെ ബോയ്സ് ടൗണിൽ നിന്നാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൽ പഠിച്ചു. അവിടെ നിന്ന് SSLC പാസ്സായി കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നു. പിന്നീടുള്ള പ്രശ്നം പള്ളിയിലൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്തു. അപ്പം അന്ന് ഇവിടെ വികാരിയായിട്ട് ചേരിയിൽ ഫാദർ ആയിരുന്നു. പുള്ളി സെമിനാരിയിൽ പോകണമെന്ന് ചോദിച്ചു. കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് ആഗ്രഹം സെമിനാരിയിൽ പോകണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ചെല്ലേശൻ്റെ പ്രകാരം ബോയ്സ് ടൗണിൽ വിളിച്ച് ചോദിച്ച് അവിടെ കൊണ്ടാക്കുമായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോയ്സ് ടൗണിലേക്ക് അവിടെ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെയാണ് പഠിച്ചത്. അങ്ങനെ പറഞ്ഞ് പിന്നെ പിതാവ് റിക്ടർ ആലുവായി പോയി. ഞാനൊരു ആലുവായി പോകുമ്പോഴും പിന്നെ ഞാനും ഇടയ്ക്കൊക്കെ പോയി ഇവിടെ വരികയൊക്കെ ചെയ്യും. ഞാനും വയ്ക്കുക. ഇവിടെ വന്നാലും അധികം തങ്ങൊന്നുമില്ല, ആരോടും അധികം അന്നൊന്നും പറഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. പിന്നെ പഠിത്തത്തിലൊക്കെ നല്ല കാര്യമായിരുന്നു. പാട്ടുകാരനും കൂടിയായിരുന്നു. ഞാൻ കഴിഞ്ഞ വട്ടം പട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒത്തിരി അമ്മയൊക്കെ ഉണ്ടായിരുന്നില്ല. പട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞ് സഹോദരങ്ങളും ഇതുങ്ങളൊക്കെ ഉണ്ട്. അന്വേഷിക്കാനും വിളിക്കാനും ഒക്കെ ഇതുങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അതെല്ലാം ഭവിച്ച് പിന്നെ പട്ടം കെട്ടിക്കഴിഞ്ഞ് മൂന്നാറിലേക്ക് പോയി. മൂന്നാറിൽ ആക്സിഡൻ്റായിട്ട് പോയ അന്ന് അവിടെ ആയിരുന്ന വികാരിയച്ഛൻ്റെ പേര് ജോസഫ് എന്നായിരുന്നു. അതായത് അത് കഴിഞ്ഞ് 2 പിന്നെ
കൂടാറുപിള്ള പോട്ടാൻ കിട്ടിക്കഴിഞ്ഞ് പിന്നെ പിതാവിൻ്റെ എനിക്ക് കൂടാറുപിള്ള മൂന്നാറിൽ അഡീഷണലായിട്ട് പോയി. അവിടുന്ന് പിന്നെ വികാരിയായിട്ട് കൂടാറുപിള്ളയിൽ പോകുമായിരുന്നു. അപ്പച്ചൻ ഇപ്പോ 10-30 വർഷമായിട്ട് കപ്പേരായിട്ട് ജോലി ചെയ്യാണ് ദേവാലയത്തിൽ. ഇപ്പോഴും 85 വയസ്സ് കഴിഞ്ഞു. വയ്യായികയുണ്ട് അപ്പച്ചന് നന്നായിട്ട്. എങ്കിലും ഇപ്പോഴും ഇപ്പൊ ഞാൻ വികാരിയച്ഛൻ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ 5:30 വരും മണിയടിക്കാൻ, പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കും. എവിടെ നിന്ന് കിട്ടുന്നു ഈ ഒരു ഊർജം ഈ കപ്പേരായിട്ട് ചെയ്യാനായിട്ട് ഇത്രയും പ്രായമായിട്ട്? അതായത് അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, പോകുന്നു, എപ്പോൾ എഴുന്നേൽക്കുന്നു എന്നല്ല, രാവിലെ ആ കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും, പോവും. അത് ചെറിയ പിന്നെ കൊച്ചന്മാരും ഉണ്ട്, എല്ലാവരും. എൻ്റെ ജോസച്ചനും പല വികാരിമാരും വന്ന് എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടിയൊക്കെയാണ് പെരുമാറുന്നത്. ഞാനും അതുപോലെ തന്നെ അവരോട് അത്ര മൂന്നും പറയുക, എന്താ പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ ജോലി. അപ്പം അങ്ങനെ ഈ വരുന്ന കാലത്ത് വേറെ ചുമ്മാ ഇരിക്കണ്ടല്ലോ, പോവും, പള്ളിയിൽ പോവും, പള്ളിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ഇത്ര നാള് ഒരു വൈദികന്റെ പിതാവായിരുന്നു, അപ്പച്ചനായിരുന്നു. ഇനിയിപ്പോൾ ഈ രൂപതയുടെ തന്നെ ഒരു സഹായമെത്രാന്റെ പിതാവാണ് അല്ലേ? അപ്പൊ ഇനി വീണ്ടും കപ്പേരായിട്ട് തന്നെ നിൽക്കും. എങ്ങനെയാണ്? എന്നോട് ചോദിക്കുക, അവരുടെ സമയം കിട്ടുന്ന അത്ര വരെ ഏറ്റവും തീർന്നു വരുന്നവരെ പോവും, കപ്പേരായിട്ട് തന്നെ പോകും പള്ളിയിൽ അല്ലേ? അതല്ല ഇനി ഞാൻ തന്നെ എഴുതിക്കുന്നത്. എന്നെ സഹായിക്കാൻ പിള്ളേരുമുണ്ട്, കൊച്ചു പിള്ളേർ, ആൾക്കാര ബാലകന്മാരൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഒക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ വല്ലതൊക്കെ ചെയ്യുന്നല്ലാതെ കൂടുതൽ പ്രയാസമൊന്നും ഇല്ല. അപ്പച്ചൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വൈദികനായത് അമ്മയുടെ ആഗ്രഹപ്രകാരമാണ്, അമ്മയുടെ ഇഷ്ടമായിരുന്നു. ഇന്നിപ്പോ ആ വൈദികന് മെത്രാനായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ അത് കാണാൻ അമ്മയില്ല, പക്ഷെ അമ്മയുടെ ആഗ്രഹമാണ്. അമ്മ സ്വർഗത്തിൽ ഇരുന്ന് കാണുന്നുണ്ട്. അതിൽ എനിക്കൊരു സങ്കടമുണ്ടായിരുന്നു. പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം തോന്നി. അമ്മ ഓർത്ത് ഞാൻ ഇച്ചിരി കരഞ്ഞു. അതെ, അമ്മയുടെ ആഗ്രഹം സാധിച്ചു. വലിയ ഇതായി പദവി വന്നപ്പോഴത്തേക്ക് അമ്മയില്ലാതെ വന്നല്ലോ എന്ന ആ സങ്കടം എനിക്കുണ്ടായിരുന്നു. ഓക്കെ, പിതാവ് ഇവിടേക്ക് വരുമ്പോഴേക്കേ അപ്പച്ചൻ എന്താ പിതാവിന് കൊടുക്കുക ഭക്ഷണമൊക്കെ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ ഭക്ഷണം? ഞാനിവിടെ നിന്നൊന്നുണ്ടായെങ്കിൽ അമ്മയുണ്ടായത് ഒന്നുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നെങ്കിൽ ഈ ഷാജിത്ത് എന്നും പറഞ്ഞ ഉണ്ട്, ഷാജിത്തിൻ്റെ വീട്ടിൽ പോയി കഴിക്കും. പകലൊക്കെ വരികയാണെങ്കിൽ അവർ വിളിക്കും, കഴിക്കും. പിന്നെ പള്ളിയിൽ വെച്ച് ആഹാരമൊക്കെ കഴിക്കും. അമ്മ പിന്നെ ഇവിടെ അടുത്ത് ശിവ എന്നും പറഞ്ഞ ഒരു അന്നൊക്കെ ചോറൊക്കെ അവിടെ നിന്നും കൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു. പിതാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആഹാരം എന്താണ്? അത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ എന്നാലും കൊടുക്കുന്നത് എന്താണെങ്കിലും അത് കഴിക്കും. കൂടുതൽ ഇഷ്ടമുള്ളത് അമ്മയുള്ളപ്പോഴത്തേക്ക് കൂടുതലും ഇഷ്ടം ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇടിയപ്പം ഉണ്ടാക്കി തേങ്ങ പാല് ഒഴിച്ച് അമ്മയുള്ള പക്ഷേക്ക് അതായിരുന്നു അന്ന് കൂടുതൽ. പിന്നീട് ഇപ്പം അതുകൊണ്ട് എന്നും അറിയത്തില്ല. ഇവിടെ വരുമ്പോഴേ ഏത് ഇപ്പം എന്നെ കൊടുത്താലും കഴിച്ചേക്കും, ഒന്നും ഇല്ല ചെയ്യുന്നു. ഓക്കെ അപ്പച്ച, അപ്പം ഇത്ര നേരം പിതാവിനെ കുറിച്ചും അപ്പച്ചൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. പാമ്പനാറുള്ള മടത്തിൽ പറമ്പിൽ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞാനിപ്പോൾ. വിജയപുരം രൂപതയുടെ സഹായമെത്രാനായി ജസ്റ്റിൻ മടത്തിൽ പറമ്പിൽ പിതാവ് സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ വളരെ അഭിമാനത്തോടെയാണ് ഈ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഉള്ളത്. എന്തു തോന്നുന്നു? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ ജസ്റ്റിൻ അച്ഛൻ ഇപ്പോൾ പിതാവായി മാറിയിരിക്കുകയാണ്. എന്താണ് പ്രതികരണം?
മടത്തിപ്പറമ്പിൽ കുടുംബത്തിൽ ഒത്തിരിയേറെ സന്തോഷമുള്ള ദിവസങ്ങളാണിത്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു മകൻ ഒരു അച്ഛനായി, അവിടെ നിന്നും PG ആയി, അവിടെ നിന്നും വീണ്ടും ഒരു മെത്രാനായി ഉയർത്തപ്പെടുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും അച്ഛൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ അച്ഛൻ വളരെ സ്നേഹവാനായിരുന്നു. അപ്പച്ചൻ്റെ കുടുംബ വീട് കല്ലാറ്റിലായിരുന്നു. അവധിക്ക് വരുമ്പോഴൊക്കെയും അച്ഛൻ എല്ലാ കുടുംബ വീടുകളിലും സന്ദർശിക്കുക പതിവായിരുന്നു. എല്ലാവരോടും വളരെ എളിമയോടും സ്നേഹത്തോടും കൂടിയാണ് അച്ഛൻ പെരുമാറിയിരുന്നത്. എല്ലാവരുമായും വളരെ സന്തോഷത്തിലും ആയിരുന്നു. അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ അനിയനാണ് അല്ലേ? എന്ത് തോന്നുന്നു ഈ സമയം? മടത്തിപ്പറമ്പിൽ അച്ഛൻ്റെ ഫാമിലി എല്ലാവരും ഒന്നും ചേർന്നതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മടത്തിപ്പറമ്പിൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് വരാൻ പോകുന്നത്. അപ്പം അമ്മ കൊടുത്ത ജീവിതമാണ്, അച്ഛൻ്റെ അമ്മ കൊടുത്ത ജീവിതമാണ്. ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഞങ്ങൾ ഒരാളെ ഉള്ളല്ലോ എന്നൊക്കെ ഞങ്ങൾ ഒരു മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ നിശ്ചയവും പിന്നെ അച്ഛനായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് PG ആയപ്പോൾ അതിലും വലിയ സന്തോഷമായി. ഇനിയിപ്പം മെത്രാനായി കഴിയുമ്പോൾ അത് ഞങ്ങളുടെ മടത്തിപ്പറമ്പിൽ നിന്നല്ല, ഞങ്ങളുടെ പാമ്പനാർ ഇടവകയ്ക്ക് കൂടെ ഒരു സന്തോഷമുള്ള ദിവസം. സന്തോഷം. പിതാവിനെ കുറിച്ച് പ്രത്യേകം എന്തെങ്കിലും ഓർമ്മ അങ്ങനെ പറയാനുണ്ടോ? ഇത് എപ്പോഴും ഇവിടെ വരുന്നതാണ് അല്ലേ? ഇത് കുടുംബ വീടാണ്, നിങ്ങൾ എല്ലാവരും അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതെ. എൻ്റെ കല്യാണം 1996 അന്ന് അച്ഛനാണ് നടത്തിത്തന്നത്. ആദ്യമായിട്ട് കല്യാണം നടത്തുന്നത് ആദ്യത്തെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കുടുംബങ്ങളുണ്ട്. പാപ്പൻ്റെയും പേരപ്പൻ്റെയും എല്ലാവരും ഇവിടെ വന്നാൽ അച്ഛൻ സന്ദർശിക്കാതെ പോവുകയല്ല. നിങ്ങൾ എന്താ വിളിക്കുന്നത്? അച്ഛൻ തന്നെ വിളിക്കുന്നത്? ഞങ്ങൾ അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അങ്കിളുടെ സ്ഥാനമാണ്. നിങ്ങളുടെ അങ്കിളാണ്? അങ്കിളാണ്. അതായത് വല്യപ്പൻ്റെ അനിയൻ്റെ. ഓക്കെ. എന്താ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. അതായത് ഞങ്ങളുടെ അപ്പാപ്പിയാണ്. പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഞങ്ങളങ്ങനെ അപ്പാപ്പി എന്നുള്ളൊരു ബന്ധത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല പുള്ളിയെ. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ അച്ഛൻ എന്നുള്ള ബഹുമാനത്തിൽ തന്നെ ഞങ്ങൾ കണ്ടേക്കുന്നത്. എന്നാ വെച്ചാൽ അതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ കണ്ടിട്ടില്ല. ഒന്നാമത്തെ സെമിനാരിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി പള്ളിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇറ്റലിക്ക് പോയി, പിന്നെ അവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെറുപ്പം തൊട്ടേ അപ്പാപ്പി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെപ്പോഴും വരുമ്പോഴത്തേനും ബഹുമാനത്തോടെ അച്ഛാന്ന് തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പാപ്പി ഇപ്പം എത്രാനായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എൻ്റെ കൊച്ചച്ഛൻ പുള്ളിയുടെ കല്യാണം നടത്തിയത് അച്ഛനാണ്. എൻ്റെ ചേട്ടൻ്റെ കല്യാണം നടത്തിയ അച്ഛനാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ എൻ്റെ കല്യാണവും അച്ഛൻ തന്നെ ആയിരിക്കും നടത്താൻ, മെത്രാനായിട്ട് നടത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൗഡായിട്ടിരിക്കുന്നു. സന്തോഷം. ഈ കുടുംബത്തിൽ വന്നൊരു 47 വർഷമായി. അന്ന് ഞങ്ങളുടെ ബിജുവച്ചന് 7 വയസ്സ് കാണും. വളരെ എളിമയും ശാന്തതയും അതീവ സ്നേഹസമ്പന്നനുമായിരുന്നു. എപ്പോൾ വന്നാലും പ്രാർത്ഥിക്കും. എപ്പോൾ വന്നാലും തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പറഞ്ഞു പോവുകയുള്ളൂ. ഇത്രയും ഒരു മഹാഭാഗ്യം കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തന്നതിന് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ സ്നേഹ സന്തോഷങ്ങളും അച്ഛന് നേരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോനാണ്, എൻ്റെ സഹോദരനാണ്. ഞങ്ങൾ നല്ല സ്നേഹത്തിലും ഐക്യത്തിലും തന്നെ ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. എപ്പോൾ വന്നാലും കണ്ടു കഴിഞ്ഞാൽ നല്ല സ്നേഹത്തോടെയൊക്കെയാണ് അച്ഛനും ഞങ്ങളുമായിട്ട് പെരുമാറുന്നത്. എൻ്റെ മക്കളുടെ 2 കല്യാണവും ഞങ്ങളുടെ ജ്യേഷ്ഠനച്ഛനാണ് നടത്തി തന്നിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം പിതാവായതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. അച്ഛന് വേണ്ടി അങ്ങോളം തമ്പുരാൻ നല്ല നില കൊടുക്കണമേന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഫാദർ ജോസ് കുരുവിള കാടന്തുരുത്തച്ഛനും ഒപ്പം സഹവികാരിമാരായ ഡെറിനച്ഛനും ഡോമിനച്ഛനൊക്കെയാണ്. നമുക്കെന്തായാലും ഇവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഈ ഇടവകയുടെ പുത്രനാണ് ഈ രൂപതയുടെ സഹായം എത്താനായിട്ട് നിയമിതനായിരിക്കുന്നത്. അച്ഛാ,
നമസ്കാരം. വളരെയധികം സ്തുതിയായിരിക്കട്ടെ അച്ഛാ. വളരെയധികം സന്തോഷത്തിലാണ് നിങ്ങൾ എല്ലാവരും തന്നെ. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ ഇടവകയിൽ നടന്നിരിക്കുന്നത്. അതെ അതെ അതെ. എന്ത് പറയുന്നത് അച്ഛാ? ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കാരണം വിജയപുരം രൂപത ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒത്തിരി നാളായിട്ട് മൂന്നാർ രൂപത ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവിൻ്റെ സഹായിയായിട്ട് ഒരാൾ ആവശ്യമാണ് എന്ന് പിതാവ് എപ്പോഴും പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനയുടെയും അത്യധികമായ ആഗ്രഹത്തിൻ്റെയും പൂർണ്ണതയുടെ സമയത്താണ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവിനെ നിയുക്ത സഹായമെത്താനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിജയപുരം രൂപതയ്ക്കായി നൽകിയത്. അത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ അഭിമാനവും സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 1927 പാമ്പനാർ തിരുഹൃദയ ദേവാലയം സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഈ ഇടവകാംഗം എന്ന നിലയിൽ ജസ്റ്റിൻ പിതാവിനെ ഞങ്ങൾക്ക് ലഭിച്ചത് അതിലേറെ സന്തോഷമുണ്ട്. ജസ്റ്റിൻ പിതാവ് ഒരു സൗമ്യനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ കണ്ടെത്തുക എന്നതാണ്. അപ്പം നിയുക്ത പിതാവ് തൻ്റെ വികാരി ജനറലായിരുന്ന കാലഘട്ടത്തിലൊക്കെ എടുത്തിട്ടുള്ള ചില ചലനങ്ങൾ, നടപടികളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് രൂപതയുടെ ഡേറ്റ കളക്ഷൻ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായം ഞങ്ങളും കൂടെ, അതുപോലെ തന്നെ 1-2 കെട്ടിടങ്ങളുടെ, പ്രത്യേകിച്ച് മൂന്നാറുള്ള കാർമൽ ടോപ്പ് പോലെയുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ നിർമ്മാണ ചുമതലകൾ. അപ്പോൾ ഏത് ഏറ്റെടുത്താലും അതതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് ഈ കഴിഞ്ഞ കുറേ നാളത്തെ ഞങ്ങളോടൊത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ അച്ഛന്മാരും, രൂപതയിലെ എല്ലാ അച്ഛന്മാരും, സന്യസ്തരെയും അതുപോലെ തന്നെ അൽമായരെയും എല്ലാം സംബന്ധിച്ച് ഒത്തിരി സന്തോഷവും പ്രത്യാശയും പ്രതീക്ഷയൊക്കെ നൽകുന്നതാണ്. അങ്ങനെ അച്ഛന്മാരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നിയുക്ത പിതാവ് ഏതൊക്കെയായാലും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ്. കഴിഞ്ഞ വർഷം തിരുനാളിന് 2023 ഇടവക തിരുനാളിൻ്റെ സമാപന ദിവസം ജസ്റ്റിൻ പിതാവാണ് മോൺസിഞ്ഞോർ ജസ്റ്റിൻ എന്ന നിലയിൽ, വികാരി ജനറൽ എന്ന നിലയിലും ഇടവകാംഗം എന്ന നിലയിലും ഇവിടെ വന്ന് ദിവ്യബലി അർപ്പിച്ചത്. അപ്പോൾ ആ ദിവ്യബലി മധ്യേ ഞങ്ങളിങ്ങനെ നന്ദി പറഞ്ഞപ്പോൾ പറയുണ്ടായി, എന്നാണോ മോൺസിഞ്ഞോർ 7 തിരി വെച്ചുള്ള ഒരു കുർബാന അൾത്താരയിൽ നടത്തുന്നത്, ഇന്ന് 6 തിരികളേ ഉള്ളൂ, ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് മോൺസിഞ്ഞോറിന് നന്ദി പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രത്യേക കരുതലോ ഇടപെടലോ ഒക്കെ ആയിരിക്കാം, വിശ്വസിക്കുന്നു. അതേ ദിവസം ഈ 2024 ഫെബ്രുവരി 12 ആണ് അദ്ദേഹത്തിൻ്റെ നിയുക്ത പിതാവിൻ്റെ മെത്രാഭിഷേകം നടക്കപ്പെടുക. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ സ്വരമാണ്, ജനത്തിൻ്റെ സ്വരം എന്നൊക്കെ പഴയ തലമുറകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വിജയപുരം രൂപതയിൽ ഒരു നിയുക്ത മെത്രാന് ജന്മം കൊടുക്കാനും അങ്ങനെ രൂപതയുടെ വളർച്ചയ്ക്ക് കാരണമാകാനും, പ്രത്യേകിച്ച് ഹൈറേഞ്ചും ഇടനാടും മലനാടും ഒക്കെയുള്ള ഒത്തിരി ദൈർഘ്യമേറിയ വിശാലമായി കിടക്കുന്ന രൂപതയ്ക്ക് അത് ഒത്തിരിയേറെ അനുഗ്രഹമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിനേക്കാളൊക്കെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, മറ്റൊരു സവിശേഷത എന്ന് വിചാരിച്ചാൽ, ഈ ഇടവകയിലെ കപ്പേരാണ് പിതാവിൻ്റെ അപ്പച്ചൻ എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ഇടവക്കാരെല്ലാവരും കപ്പേരപ്പച്ചൻ എന്ന് വിളിക്കുന്നു. അതും തൊട്ടടുത്താണ്, ഈ ഇടവകയുടെ മതിലിനോട് ചേർന്ന് തന്നെയാണ് പിതാവിൻ്റെ സ്വന്തം ഭവനം എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. പിതാവിൻ്റെ അപ്പച്ചൻ ഇപ്പോൾ 85 വയസ്സായി, ഇപ്പോഴും ഇവിടെ കപ്പേരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അച്ഛൻ്റെ കൂടെ. എല്ലാം അച്ഛൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ പിതാവും എപ്പോഴും ഇവിടേക്ക് വരുന്നുണ്ട്. ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? കപ്പയാരപ്പച്ചൻ എല്ലാവരും വിളിക്കുന്നു, ഞങ്ങൾ ഡാഡി എന്നൊക്കെ വിളിക്കും. പ്രായത്തിൻ്റേതായ ആ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാ ദിവസവും 5:30 ആകുമ്പോൾ, അല്പം വീടടുത്താണെങ്കിലും കയറ്റം കയറി വരണം, പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിലും അതൊന്നും ഒരു പ്രശ്നമായി കാണാതെ തീഷ്ണതയോടും താല്പര്യത്തോടും കൂടെയൊക്കെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു സാക്ഷ്യമാണ്. തൻ്റെ പ്രയാസങ്ങളുടെ പരിഭവങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാതെ ആരോഗ്യമുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ സഹായിക്കാൻ ശക്തനാണ്, സന്നദ്ധനാണെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ സന്തോഷവും പ്രയോജനകരവുമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളി കൂടിയാണ്. ഇത്രയും തീഷ്ണതയോടെ ആൾക്കാരെ ശുശ്രൂഷ ചെയ്യുന്നു എന്നത് ഞങ്ങൾക്കും വലിയ ഒരു മുന്നേറാൻ, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറുവാനൊക്കെയുള്ള ഒരു അടയാളം കൂടിയായിട്ടാണ് കപ്പേരപ്പച്ചനെ ഡാഡിയുടെ ഈ ശുശ്രൂഷയെ ഞങ്ങൾ കാണുന്നത്. അഭിമന്യ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവിൻ്റെ ആപ്തവാക്യം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രാധാന്യത. കാരണം അച്ഛന്മാരുടെ പ്രയാസങ്ങളിലും ആവശ്യങ്ങളിലും എല്ലാം കൂടെ നിന്നുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ
പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും കൂടെ അവരെ ഓർമ്മപ്പെടുത്തി അവരുടെ ആ പ്രയാസ സമയങ്ങളിൽ അവരെ ബലപ്പെടുത്താനൊക്കെ അച്ഛൻ ഒത്തിരിയേറെ മനസ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മനസ്സാണ് അച്ഛന്മാർക്ക് അദ്ദേഹത്തോടുള്ള ഒത്തിരി സ്നേഹത്തിൻ്റെ ആദരവിൻ്റെയും പ്രത്യേകിച്ച് അദ്ദേഹവുമായി പരിചയമുള്ള എല്ലാ ജനങ്ങൾക്കും ഈ ഒരു വലിയ ദൈവനിയോഗത്തിൽ സന്തോഷിക്കുന്നതിന് കാരണമാകുന്നത്. തീർച്ചയായിട്ടും മറ്റ് രൂപതകൾക്കൊന്നും കിട്ടാത്തൊരു പ്രത്യേകതയായിരിക്കാം. രൂപതയുടെ മകൻ സഹായമെത്രാനായിട്ട് വരുന്നു, അതേ രൂപതയിലൊരു ദേവാലയത്തിൽ അപ്പച്ചൻ കപ്പേരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ അച്ഛാ, എന്തായാലും കൊച്ചച്ചന്മാർ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ മേജർ സെമിനാറിലേക്ക് പോകുന്ന ആ സമയം മുതലാണ് ജസ്റ്റിൻ പിതാവായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത്. അപ്പം അന്ന് മുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. നമുക്കെല്ലാവർക്കും ശാന്തതയുടെ ഒരു മാതൃകയുമാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും പ്രോത്സാഹിക്കുകയൊക്കെ ചെയ്ത പിതാവ്, അദ്ദേഹം നമ്മുടെ രൂപതയെ സഹായപത്രനായിട്ട് വരുന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയൊക്കെ ചെയ്യുന്നു. ജസ്റ്റിൻ പിതാവിനെ ഞാനും ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എൻ്റെ തിയോളജി 3ാം വർഷ വിദ്യാർത്ഥിയായിട്ട് കർമ്മലഗിരി സെമിനാരിയിൽ പഠിക്കുമ്പോഴാണ്. അവിടെ ഒരു മാസധ്യാനത്തിന് ധ്യാനിപ്പിക്കാനായിട്ട് അന്ന് വിജയപുരം രൂപതയുടെ വികാരി ജനറലായിരുന്ന മോൺസിഞ്ഞോർ ജസ്റ്റിൻ പിതാവ് അന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം തന്നെ വിജയപുരം രൂപതയിലെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ആക്ച്വലി കൊച്ചി രൂപതക്കാരനാണ്, ഇവിടേക്ക് ഇങ്ങനെ സേവനം ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ അന്നേരം പറഞ്ഞു, ഞങ്ങളുടെ വിജിയാണ്, പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്, പിതാവാകാനായിട്ട് യോഗ്യതയുള്ളൊരു മനുഷ്യനാണ്, പിതാവാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണെന്ന് അന്നിങ്ങനെ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. പിന്നെ അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് ഇതിൽ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചി രൂപത മെത്രാൻ ജോസഫ് കരിയിൽ പിതാവ് വിജയപുരം രൂപതയിലേക്ക് നീ 2 വർഷം പോകണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ വിജയപുരത്തേക്ക് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കോട്ടയം അരമനയിൽ ചെന്ന് കണ്ടപ്പോൾ VG ആയിരുന്ന ജസ്റ്റിൻ പിതാവാണ് എന്നെ സ്വീകരിച്ചത്. എന്നാൽ അവിടെ നിർത്തി എൻ്റെ ഓരോരുത്തർ ആശംസകളൊക്കെ നേർന്നു, എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് രൂപതയിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ളൊരു പട്ടണത്തിൽ നിന്ന് ഹൈ റേഞ്ച് മേഖലകളിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കേണ്ടത്, ഇവിടുത്തെ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് പിതാവായിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ പിതാവ് സ്വീകരിച്ചു, പിതാവിൻ്റെ നല്ല നിർദ്ദേശങ്ങളൊക്കെ നൽകി. പിന്നീട് ഇവിടെ പിതാവിൻ്റെ മാതൃദേവാലയത്തിൽ കൊച്ചച്ഛനായിട്ട് വന്നിരുന്നപ്പോൾ പിതാവ് ഒത്തിരിയേറെ തവണ ഇവിടേക്ക് കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് പിതാവിൻ്റെ അപ്പച്ചനായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ അപ്പച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, ചില കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല സൗഹൃദമുണ്ട്, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പിതാവ് പിന്നെ എല്ലാ കാര്യത്തിലും മാതൃകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കൊച്ചച്ഛന്മാർക്ക് എങ്ങനെ സമയം ചെലവഴിക്കണം, എങ്ങനെ വേണം പൗരോഹിത്യം ജീവിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പിതാവ് നല്ല മാതൃക തന്നെയാണ്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പിതാവിന് എല്ലാവിധ പ്രാർത്ഥനയും ഈ നിമിഷം നേരുകയാണ്.